മുത്തുനബിയുടെ മുമ്പിൽ വന്നു ഒരു ഉമ്മ വന്നു, നബിയേ എന്റെ മോൾക്ക് കല്യാണ പ്രായമായിട്ടുണ്ട്, നബിയേ എന്റെ മോൾക്ക് കല്യാണം വന്നിട്ടുണ്ട്, അവളുടെ പുതിയാപ്പിള അവളെ കാണാൻ വരുന്നുണ്ട്. മുത്തുനബിയെ അവൾക്കൊരസുഖം ബാധിച്ച് തലയിലെ തലമുടിയെല്ലാം പറ്റേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, നബിയേ അഫ അസ്ലു ശഅറഹാ, ഞാൻ അവളുടെ മുടിയിൽ ചേർത്ത് വെച്ച് വാടകക്ക് മുടി വാങ്ങിക്കാൻ കിട്ടുന്ന മുടി വെച്ച് അവളുടെ തലയിലൊന്ന് ഏച്ചു വെച്ച് കൊടുത്തോട്ടെ നബിയേ, മുടി ഒറിജിനൽ അല്ല അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ലഅനല്ലാഹുൽ വാസുലത വൽ മുസ്തൗസില, അങ്ങനെ വാടകക്ക് മുടി വാങ്ങിക്കാൻ കിട്ടുന്ന മുടി തലമുടിയോട് ചേർത്ത് വെച്ച് ഇല്ലാത്തത് പെരിപ്പിച്ചു കാണിക്കുന്ന ആ ഏർപ്പാടും അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് പുതിയ പെണ്ണായി ഇറങ്ങാൻ പോകുന്ന പുതുമാരി പെണ്ണിന് ചെയ്തു കൊടുത്തേട്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഉമ്മയോട് മുത്തുനബി പറഞ്ഞത് നിങ്ങളത് ചെയ്യണ്ട എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിലേക്ക് കയറി വരുന്നു. ഖുത്ബയോദാൻ വന്നപ്പോ ഖമീസിന്റെ കീശയുടെ ഉള്ളിൽ ഒരു മുടിക്കെട്ടുണ്ട്. ആ മുടിക്കെട്ട് പുറത്തെടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നത് ജൂതന്മാരല്ലാതെ മറ്റാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല, സ്വഹാബികളായ ഞങ്ങൾ. മുടിക്കെട്ട് അൽ ബാറൂഖ എന്നറിയപ്പെടുന്നത്, മുടി ഫിക്സ് ചെയ്യാൻ വേണ്ടി മുടിക്കെട്ടുകൾ കൊണ്ടുവന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി വന്നപ്പോ അത് കീശയിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ മുടി ഫിക്സ് ചെയ്യുന്നത് ജൂതന്മാരല്ലാതെ മറ്റാരും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. മുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, ദുന്യാവിൽ ഒരൽപ്പം ഗ്ലാമർ കുറഞ്ഞു പോയാലും ഒരൽപ്പം സൗന്ദര്യം കുറഞ്ഞു പോയാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കോലം നമ്മൾ കിട്ടുന്നില്ല. കഴിഞ്ഞു പോയതെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, നമ്മുടെ ഉമ്മത്തികളിൽ ആരെല്ലാം എന്തെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അറിയാത്തതുകൊണ്ട്, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട്, കേൾക്കാൻ കഴിയാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചത് അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് സൗന്ദര്യം സൂക്ഷിക്കാൻ പറഞ്ഞത് ഈമാനികമായ സൗന്ദര്യമാണ് ഏറ്റവും ആദ്യത്തേത്. വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞു, തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഉത്തമം. യാത്ര പോകുമ്പോൾ ഭക്ഷണം കയ്യിൽ കരുതണമെന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഖൈർ തഖ്വ തന്നെ എന്നൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ആന്തരികമായ ആധ്യാത്മികമായ ആത്മീയമായ സൗന്ദര്യം പുണരാനാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് നമുക്കൊക്കെ അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സഹോദരിമാരെ സഹോദരന്മാരെ, എന്നോട് നിങ്ങൾ ഇതിൽ വെറുപ്പ് വിചാരിക്കേണ്ട. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. മുത്തുനബിയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇത് പഠിപ്പിച്ചു തരേണ്ടത്, പറഞ്ഞു തരേണ്ടത് പണ്ഡിതന്മാരുടെ, ഉപദേശിച്ചു കൊടുക്കുന്നവരുടെ, വാദ പറയുന്നവരുടെ, ദാഇമാരുടെ, മുഅല്ലിമീങ്ങളുടെ, ഉസ്താദുമാരുടെ, രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ ഇംതിസാലു അവാമിരി വജ്തിനാബു നവാഹി, അവൻ നമ്മളോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യാനും, എന്ത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ വേണ്ടെന്ന് വെക്കാനും അങ്ങനെയുള്ളൊരു മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. അവൻ ഇഷ്ടമുള്ളത് നമ്മുടെ ഖൽബിന് അല്ലാഹു ഇഷ്ടമുള്ളതാക്കി തരട്ടെ. അവന് വെറുപ്പുള്ളത് നമ്മുടെ ഖൽബിന് അല്ലാഹു വെറുപ്പുള്ളതാക്കി തരട്ടെ. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അങ്ങനെ ജീവിച്ചാൽ എന്ത് കിട്ടുമെന്നാണെന്നോ സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു കരാർ നൽകിയിരിക്കുന്നു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ. അല്ലാഹു തആല പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ അവർക്ക് വീടും അവർക്കിരിക്കാനുള്ള ഇടവും ശാശ്വതമായ ജീവിതവും അതിനപ്പുറം വരിളുവാനും മിനല്ലാഹി അക്ബർ, ഏറ്റവും വലിയ പ്രതിഫലമായി അല്ലാഹുവിന്റെ തൃപ്തിയും നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതല്ലയോ ഏറ്റവും നല്ല വിജയം, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന ആ ഒരു ലോകം. അങ്ങോട്ട് പോവണമെങ്കിൽ സഹോദരി സഹോദര ഒരൽപ്പം അധ്വാനിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വേണ്ടി ജീവൻ കൊടുത്ത 2-3 മഹദിമാരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. നമുക്ക് ചെയ്യാനുള്ളത് അത്രയൊന്നുമില്ലല്ലോ. അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കണമെന്നല്ലേ ഉള്ളൂ. നമ്മുടെ കാതുകളെ സൂക്ഷിച്ച്, നമ്മുടെ ചെവികളെ സൂക്ഷിച്ച്, കണ്ണിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.